തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് വി.എസ്. സുനിൽകുമാർ. റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരണമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്. താൻ നിവേദനം ഗൌരവമായി എടുക്കുകയും അതിൽ റിപ്പോർട്ട് വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ട് സമർപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത്. സമയം അനുവദിച്ചതും നീണ്ടുപോയതിനും സംബന്ധിച്ച് പ്രശ്നമില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് സമർപ്പിക്കണം. ഗൌരവമായി എടുത്ത് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ അങ്ങനെ കാണാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഗൗരവത്തിലെടുത്ത് 24-ാം തീയതിക്കകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വിവാദം ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഗവൺമെൻറ്, മുഖ്യമന്ത്രി എന്ന നിലയിലെ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിന് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ ശരിയായ രീതി. അപ്പോൾ ആ റിപ്പോർട്ട് വരട്ടെ. 5 മാസം വൈകി, നേരം വൈകി എന്നതൊക്കെ ചർച്ച ചെയ്തതാണ്. 24-ാം തീയതിക്ക് മുൻപായി റിപ്പോർട്ട് നൽകും എന്ന് നൽകിയ ഉറപ്പ് വിശ്വസിക്കുകയാണ്. റിപ്പോർട്ട് നീണ്ടുപോയി എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞതാണ്. അതിൽ പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നിലപാട് പറയാൻ ബാധ്യതപ്പെട്ട ആളല്ല താൻ. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് പറയും. മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അത് അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ പ്രതികരിക്കാം. ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ പേരിലുള്ള ജൽപ്പനകൾ അല്ല ഇപ്പോൾ പറയുന്നത്. ഒരു തൃശൂർക്കാരൻ എന്ന നിലയിലുള്ള വികാരമാണ്. തൃശൂർ പൂരം നല്ല നിലയിൽ നാളെയും പോണം എന്നതുകൊണ്ടാണ് പറയുന്നത്. മറ്റു താൽപ്പര്യങ്ങൾ തനിക്കില്ല. ഈ ഗവൺമെന്റിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അന്നത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ടായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. അല്ല, അത് അവരോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അതായത് എല്ലാ ദേവസ്വങ്ങളുമാണല്ലോ പൂരം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞാൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അവിടുത്തെ CCTV ദൃശ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പൂർണ്ണമായിട്ടും CCTV സർവൈലൻസിലുള്ള സ്ഥലത്താണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യം. ഇപ്പോൾ അവിടെ റൗണ്ടിൽ മാത്രമല്ല, ഏത് പ്രദേശത്തും 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പൂരത്തിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ പോലീസ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കാൻ വളരെ എളുപ്പമാണ്. അതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ളതും നിഗമനം എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നതാണ് നല്ലത്. CCTV ന്യൂസ്, കേച്ചേരി.